ഉസ്മാൻ ഖബറു കണ്ടാൽ പിന്നെ ഒഴുകുന്നതാതിരുനിരു കണ്ണുകൾ ക്ഷണം തന്നെ ചൊടിച്ചു എന്താണെപ്പോഴും ഇരു കണ്ട് വിലപിക്കുവാൻ യാ സയ്യിദി വിറ കൊണ്ട് നരകത്തെ ഓർത്താൽ പോലും ഇല്ലിത് നിങ്ങളിൽ അതിലുപരിയാണ് ഖബറു കണ്ടാൽ തങ്ങളിൽ നരകത്തെ ഓർത്താൽ പോലും ഇല്ലത് തങ്ങളിൽ അതിലുപരിയാണ് ഖബറു കണ്ടാൽ നിങ്ങളിൽ തിരുമുസ്തഫ പറയുന്നതായി ഞാൻ കേട്ടതാ പരലോകയാത്രക്കുള്ള വഴി ആദ്യം ഇതാ ഇതിൽ രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം തുച്ഛമാ അല്ലാതിരുന്നാൽ എപ്പോഴും നഷ്ടമാ അതുകൊണ്ട് മാത്രം ഓർത്തു ഞാൻ കരയുന്നതാ ഇഹയായിലുണ്ടത് നോക്കിയാൽ കാണുന്നതാ. എന്തൊരു വാക്കാണ് സയ്യിദുന ഉസ്മാൻ. വളരെ നമ്മൾ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാനോട് പറയപ്പെട്ടു എന്തേ കരയുന്നത്? അപ്പോൾ പറഞ്ഞു സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ള പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിൽ ആഖിറ. പരലോകത്തിന്റെ ആദ്യത്തെ വീടാണ് ഖബർ എന്ന് പറയുന്നത്. ഫഇൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസറു മിൻഹു. അതിനൊരാ രക്ഷപ്പെട്ടാൽ അതിന്റെ ശേഷമുള്ളതൊക്കെ നിസ്സാരാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതിൽ രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം തുച്ഛമാ അല്ലാതിരുന്നാൽ എപ്പോഴും നഷ്ടമാ. അത് വല്ലാത്ത ഒരു സംഗതിയാണ്. അതൊരു ലോകത്തിന്റെ തുടക്കം, ഒരു സംഗതിയിലേക്ക് നമ്മളെ അങ്ങോട്ട് കയറ്റുക. മുഅ്മിനെ അതുകൊണ്ട് വളരെ ആലോചിക്കണം. നമ്മുടെ വർത്തമാന ജീവിതത്തിൽ പോലും ഖബറിന്റെ അരികിൽ സ്വന്തം ഖബർ കുഴിച്ചു വെച്ചിട്ട് അതിന്റെ അരികിൽ ഇരുന്ന് കരയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു ചില സൂഫികൾ. ഇപ്പോൾ ഇവിടെ രാമനുണ്ണി പറഞ്ഞില്ലേ, സത്യത്തിൽ ഒരു ഹിന്ദുവായ മനുഷ്യനാണെങ്കിലും ആ പറഞ്ഞത് സത്യത്തിൽ നമ്മുടെ എസൻസ് ആണല്ലോ പറഞ്ഞത്. ആ മനുഷ്യൻ നമ്മിൽ നിന്ന് കിട്ടിയ കടാണ് ആ പറഞ്ഞത്. നമ്മിൽ നിന്ന് കടം കൊണ്ട് പറഞ്ഞതാണ് അത് മുഴുവനും. ഭോഗത്തിന്റെയും കേവലമുള്ള ഭൗതികതയുടെയും പിന്നിലോടുന്ന മനുഷ്യൻ ആത്മാവിനെ കുറിച്ച് അവൻ ചിന്തിക്കണേ ഇല്ല. സത്യത്തിൽ എത്ര ഭയാനകമാണ് അവന് വരാൻ പോകുന്ന കാര്യം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ വളരെ ആലോചിക്കണം. ഉസ്മാന കാലത്ത് ഈ ഹദീസ് ആദ്യം പറഞ്ഞ ഹദീസ് ഇബ്നു മാജ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉസ്മാന കാല നബിയു. കേട്ടോ കേട്ടോ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ പറയാണ്, മാ റഅയ്തു മൻളറൻ ഇല്ലാൽ വൽ ഖബറു അഫ്ളഉ മിൻഹു. ഖബറിനേക്കാൾ ഭയാനകമായ ഒരു കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് റസൂലുള്ളാഹി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. തുർമുദിന്റെ ഹദീസ്, സുനൻ രേഖപ്പെടുത്തിയ തുർമുദിന്റെ ഹദീസ്. പഠിച്ചവനെ അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. പഠിച്ചവനെ വളരെ ഗൗരവമായി ചിന്തിക്കും. മാ ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മാ റഅയ്തു മൻളറൻ ഇല്ലാ വൽ ഖബറു അഫ്ളഉ മിൻഹു. ഞാൻ ഒരു മൻളറും കണ്ടിട്ടില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു കാഴ്ചയും കണ്ടിട്ടില്ല. ഖബറിനേക്കാൾ ഭയാനകമായ ഒന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് ഖാല റസൂലുള്ളാഹി. അന അബ്ദുല്ലാഹി ഇബ്നു ഉമറ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂൽ പറഞ്ഞു, ഹാദല്ലദീ തഹറക അർശുർ റഹ്മാൻ വഫുതിഹത് ലഹു അബ്വാബുസ് സമാ. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു മരിച്ചുപോയി. ആ ജനാസയിൽ പങ്കെടുത്തു ഹബീബായ റസൂലുള്ളാഹി. കാലിന്റെ തള്ളവിരൽ ഇങ്ങനെ കുത്തിപ്പിടിച്ച് നടന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്നെ ഇസ്തഹബത്തിൽ മലായിക, മലക്കുകൾ എന്നെ തിരക്കി, അതുകൊണ്ടാണ് ഞാൻ തള്ളവിരൽ നടന്നത് എന്ന് പറഞ്ഞു ഹബീബായ റസൂലുള്ളാഹി. അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു. പിന്നെ ആരാണ് സഅദ് എന്നറിയാവോ? നിങ്ങൾ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു തഹറക ലഹു അർശുർ റഹ്മാൻ. അല്ലാഹുവിന്റെ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, ഹാദല്ലദീ തഹറക ലഹു അർശുർ റഹ്മാൻ. അല്ലാഹുവിന്റെ അർശ് പോലും ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി വിറച്ചുപോയി എന്ന് ഹബീബായ റസൂലുള്ളാഹി. വഫുതിഹത് ലഹു അബ്വാബുസ് സമാ.
ആകാശത്തിന്റെ വാതിലുകൾ മുഴുവനും പറഞ്ഞില്ലേ റമദാനായാൽ ആകാശത്തിന്റെ വാതിൽ തുറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് മുആദ് റളിയല്ലാഹു അൻഹു. വലിയ മഹാനാണ്, അൻസാരിയാണ്, വലിയ മഹാനാണ്, വളരെ പ്രധാനിയായിരുന്നു സഅദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് വേണ്ടി ആകാശത്തിന്റെ വാതിലുകൾ തുറന്നു വെച്ചിരുന്നു. വശഹിദഹു 70,000 മിനൽ മലായിക. മലക്കുകളിൽ 70,000 മലക്കുകൾ ബഹുമാനപ്പെട്ടവരുടെ ജനാസയിൽ പങ്കെടുക്കുകയും ചെയ്തു. അത്രയും വലിയ മഹാനാണ് ആര്. എന്നിട്ടും ലമ്മതൻ ഒരു പിടുത്തം ഖബർ പിടിച്ചു. സുമ്മ ഫുരിജ അൻഹു, പിന്നെയാണ് വിട്ടത്. ഒരു പിടുത്തം പിടിച്ചിട്ടുണ്ട്. അതാണ് അവസ്ഥ. ആര് പറഞ്ഞു? ഈ ഹദീസ് ഇമാം നസായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഖബർ പിന്നീട് സന്തോഷിക്കുമെന്ന് ഹദീസ് വരുന്നുണ്ട്. പക്ഷെ തുടക്കത്തിൽ ആരെയും ഒന്ന് ഞാൻ എന്റെ ഹബീബായ നബി പറഞ്ഞല്ലോ, യഹ്ഫളുൽ അർള ഫഇന്നഹാ ഉമ്മുക്കും, ഇതിനെ പേടിച്ചോളൂ, ഇത് നിങ്ങളുടെ ഉമ്മയാണ്, ഇതിനെ പേടിക്കണമെന്ന് ഖാല റസൂലുള്ളാഹി. ഹബീബായ നബി പറഞ്ഞു ഇതിനെ നിങ്ങൾ വല്ലാതെ പേടിക്കണം എന്ന് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വളരെ നമ്മൾ ചിന്തിക്കണം. എന്നാ അതിന്റെ ഒരു പിടുത്തം, ആദ്യം ഒരു പിടുത്തം പിടിച്ചു, പിന്നെ ഒഴിവാക്കി കൊടുത്തു എന്ന് പറഞ്ഞു ഹബീബായ നബി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോളൂ, വളരെ ചിന്തിക്കണം. അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാന യുഅല്ലിമുഹും ഹാദാ ദുആ, ഈ ദുആ മുസ്തഫ നബി പഠിപ്പിച്ചിരുന്നു. കമാ യുഅല്ലിമുഹും സൂറത മിനൽ ഖുർആൻ, ഖുർആന്റെ സൂറത്ത് പഠിപ്പിക്കുന്ന ഉദ്ദേശത്തോടെയും താല്പര്യത്തോടെയും ഈ ദുആ ഹബീബായ നബി പഠിപ്പിച്ചിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നമ വഅഊദു ബിക മിൻ അദാബിൽ ഖബ്രി വഅഊദു ബിക മിൻ ഫിത്നത്തിൽ വഹിയ മഹ്യാ വൽ മമാത് വഅഊദു ബിക മിൻ ഫിത്നത്തിദ് ദജ്ജാൽ. അഥവാ ഇന്ന് നമ്മൾ അത്തഹിയാത്തിന്റെ അവസാനം വരുന്ന ദുആ വല്ലാത്ത ദുആ, ഭയങ്കര ദുആ. ഹബീബായ റസൂലുള്ളാഹ് ഇന്നി അഊദു സ്വഹീഹ് മുസ്ലിമി ഹദീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. വളരെ നിങ്ങൾ ചിന്തിക്കണം. എന്നാൽ ഇതിനെപ്പോലും കളിയാക്കിയ മുസ്ലിമീങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതും ഒരു ശരിയാണ്. ഇതുണ്ടായിട്ടുണ്ട്. ഈ കോഴിക്കോട് ഖുർആൻ പരിഭാഷയിൽ ഒരാളുണ്ടായിരുന്നു. അയാൾ ഖബർ ശിക്ഷയെ കുറിച്ച് ലോകപ്പ് മർദ്ദനം അതിന് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അയാളുണ്ടായിരുന്നു, മരിച്ചുപോയി. പരിഭാഷയിലെ ഖുർആൻ പരിഭാഷയിലെ ഒരാളുണ്ടായി. പറയണോ? അങ്ങനെയാണ്, അങ്ങനെ പറഞ്ഞു പോയി. അങ്ങനെയായിരുന്നു CN അഹമ്മദ് മൗലവിയുടെ വാദം. അങ്ങനെയായിരുന്നു. എന്താ വളരെ ചിന്തിക്കണം. ഇവിടെ കാളമ്പാടി ഉസ്താദ് പറഞ്ഞത് വിലപ്പെട്ട വാക്കാണ്. നമ്മുടെ കയറ് പൊട്ടണ്ട, കയറ് പൊട്ടിയാൽ പിന്നെ ലൈനാണ് തെറ്റിപ്പോകും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമുക്കിവിടെ ഉലമാവ് വന്ന ഒരു രീതിയുണ്ട്, തോന്നിയതുപോലെ ഖുർആൻ വ്യാഖ്യാനിക്കാൻ അന്ന് ആലിമീങ്ങൾ എതിർത്തിരുന്നു. ഹബീബായ റസൂലുള്ള പറഞ്ഞു അല്ലാഹുമ്മ ഇന്നി വകാന യുഅല്ലിമുഹുമുസ്സൽ ഹാദാ ദുആ കമാ യുഅല്ലിമുഹുമുസ് സൂറത മിനൽ ഖുർആൻ. ഖുർആനിലുള്ള സൂറത്ത് പഠിപ്പിക്കുന്ന ആ ഒരു താല്പര്യത്തോടെ ഖബർ ശിക്ഷയെ കുറിച്ച് കാവൽ ചോദിക്കുന്ന ദുആ ഹബീബായ റസൂലുള്ളാഹി പഠിപ്പിച്ചിരുന്നു എന്ന് സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വഅഊദു ബിക മിൻ അദാബിൽ ഖബ്രി എന്ന് തുടങ്ങുന്ന വളരെ പ്രധാനപ്പെട്ട ദുആ ഞാൻ വിശദീകരിക്കുന്നില്ല. നോക്കൂ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ഹബീബായ റസൂലുള്ളാഹി പറയാൻ അബീ ഹുറൈറ ഇദാ ഉഖ്ബിറൽ മയ്യിത്ത്, ഒരാളെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ അത് ഇപ്പോൾ തന്നെ ആവാലോ. നിങ്ങൾ ചിന്തിക്കുക, അത് ഇന്ന് വൈകുന്നേരത്തിന് മുമ്പായി കൂടെ നമ്മളെ കാര്യത്തിൽ ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് അത് ചെയ്യാലോ. റബ്ബേ അല്ലാഹു കാക്കട്ടെ. ഈ ഒരു സാധനം ഇവിടെ ഈ വാങ്ങിയ കമ്പനി ഇവിടെ ഇരിക്കുന്നുണ്ടാകും. അവർക്ക് ഇതിന് 5 കൊല്ലമോ 10 കൊല്ലമോ ഗ്യാരണ്ടി ഉണ്ടാവും. ഇതിനെവിടെ ഇത് നാശമായാൽ പകരം അവർ നന്നാക്കി കൊടുക്കും, അല്ലെങ്കിൽ അവർ മാറ്റി കൊടുക്കും. ഇവിടെ ഉണ്ടല്ലോ. എന്നാൽ ഈ മനുഷ്യന്റെ കാര്യം, ഇത് പറയുന്ന മനുഷ്യന്റെ കാര്യം, നമ്മൾ എത്ര ഗൗരവമായി മനുഷ്യരെ ചിന്തിക്കണം. ഈ പറയുന്ന മനുഷ്യന്റെ കാര്യം എന്താ? ഇന്ന് വൈകുന്നേരം കിടക്കുമെന്ന് ആര് കണ്ടു?
ത്വീലൻ വലാ തദീരി.